രാഹുൽ സഭയിലെത്തിയത് എ ഗ്രൂപ്പിലെ ചിലരുടെ പിന്തുണയോടെയാണെന്നാണ് സൂചന. യൂത്ത് കോൺഗ്രസിലെ ചിലരും ഡിജിറ്റൽ മീഡിയ സെല്ലും രാഹുലിനെ പരസ്യമായി ന്യായീകരിക്കുകയാണ്. നേതൃത്വത്തിന്റെ തീരുമാനം മറികടന്ന് രാഹുൽ സഭയിലേക്ക് വരുമ്പോൾ യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറും ഒപ്പമുണ്ടായിരുന്നു. ഒപ്പം വാഹനത്തിൽ അർജുൻ മട്ടന്നൂർ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. അർജുൻ, മാധ്യമങ്ങളുടെ ഒന്നും കണ്ണിൽപ്പെടാതെ പുലർച്ചെയാണ് രാഹുൽ വീട് വിട്ടിറങ്ങിയത്. പിന്നീട് സഭയിലെത്തുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അതുപോലെ ജില്ലാ പ്രസിഡന്റ് ഒക്കെ ഒപ്പമുണ്ടാവുകയായിരുന്നു. ക്ഷമിക്കണം, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അതേപോലെ ജില്ലാ അധ്യക്ഷനൊക്കെ ഒപ്പമുണ്ടായിരുന്നു. ഒപ്പം ഫെനി നൈനാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണ അപ്പോൾ രാഹുലിനൊപ്പമുണ്ട്. അവർ രാഹുലിന് നിലപാടുകളോടൊക്കെ ചേർന്ന് നിൽക്കുന്നവരാണെന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ ഇതൊരു ഇരട്ടത്താപ്പാണോ, രണ്ട് നിലപാടാണോ, എന്താണ് സംഭവിക്കുന്നത്? റോഷ്നി, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നത് മുതൽ തന്നെ രാഹുലിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം പാർട്ടിക്കുള്ളിലുണ്ട് എന്നത് വ്യക്തമായിരുന്നു. പ്രത്യേകിച്ച് പഴയ എ ഗ്രൂപ്പിലെ ചില നേതാക്കളടക്കം രാഹുലിനെ പരസ്യമായും പരോക്ഷമായും പിന്തുണക്കുന്നുണ്ട് എന്ന് വ്യക്തമായിരുന്നു. ചില മുതിർന്ന നേതാക്കൾ അത്തരത്തിൽ പരസ്യമായ നിലപാടെടുക്കുന്നില്ല എങ്കിൽ പോലും രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് പലതവണ രംഗത്ത് വരുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അത്തരത്തിൽ സഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് സസ്പെൻഡ് ചെയ്ത ഒരാളെന്ന നിലക്ക് പങ്കെടുക്കണോ വേണ്ടയോ എന്നത് അയാളുടെ മാത്രം തീരുമാനമാണ്. അതിൽ പാർട്ടിക്ക് റോളില്ല എന്ന് പറഞ്ഞ് ഒഴിയുന്ന പലരും ഇത്തരത്തിൽ രാഹുലിനെ പരോക്ഷമായെങ്കിലും പിന്തുണക്കുന്ന ആളുകൾ തന്നെയാണ്. ഇത്തരത്തിൽ ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ നിലപാട് പരസ്യമായി പറയുന്നില്ലെങ്കിൽ പോലും പൂർണ്ണമായും രാഹുലിനൊപ്പമാണ് എന്നത് തുടക്കം മുതൽ തന്നെ വ്യക്തമാണ്. അതോടൊപ്പം തന്നെ മറ്റ് ചില നേതാക്കൾ അടൂർ പ്രകാശ്, AP അനിൽകുമാർ അടക്കമുള്ളവരുടെയും ഒരു മൃദു സമീപനം നമ്മൾ പലതവണ കാണുകയും ചെയ്തതാണ്. ഒരു ഭാഗത്ത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ഒരു വലിയ വിഭാഗം ശക്തമായി തന്നെ രാഹുലിനെ എതിർക്കുമ്പോൾ രാഹുലിനെതിരെ ശക്തമായ നടപടി വേണം എന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു വിഭാഗം ഇത്തരത്തിൽ പരോക്ഷമായി പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തത്. അതേസമയം മറ്റൊരു വിഭാഗം ഇത്തരത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മാറി നിന്ന് കാണുകയാണ്. അതിനുശേഷം ഒടുവിലൊരു നിലപാടെടുക്കാം എന്ന് തീരുമാനിക്കുന്ന ഒരു വിഭാഗവും പാർട്ടിക്കുള്ളുണ്ട് എന്നത് വ്യക്തമാണ്. നേരത്തെ തന്നെ ഡിജിറ്റൽ മീഡിയ സെല്ല ഈ പ്രതിപക്ഷ നേതാവിനെയും വനിതാ നേതാക്കളെയും അടക്കം ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ തോതിലുള്ള സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴൊന്നും തന്നെ ആ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിനെ പിന്തുണക്കാനോ അല്ലെങ്കിൽ ഈ സൈബർ ആക്രമണത്തെ തള്ളിപ്പറയാനോ പല നേതാക്കളും തയ്യാറായിരുന്നില്ല എന്നതും കാണേണ്ടതാണ്. നേരത്തെ ഈ ഡിജിറ്റൽ മീഡിയ സെല്ല്, ആ സെല്ലിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവർക്കൊക്കെ തന്നെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ട്. അത്തരത്തിൽ അവർക്കൊക്കെ തന്നെ വേണമെങ്കിൽ ഇവരെയൊക്കെ തന്നെ നിയന്ത്രിക്കാം. പക്ഷേ അത്തരമൊരു നടപടിയിലേക്ക് അവർ കടക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. മാത്രവുമല്ല, നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുമ്പോൾ അത് കൃത്യമായി ചില നേതാക്കൾക്ക് അറിയാമായിരുന്നു എന്ന സൂചനയുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് രാഹുലിനൊപ്പം നിയമസഭയിലേക്ക് മാധ്യമങ്ങൾക്ക് മുമ്പിലൂടെ പരസ്യമായി തന്നെ വരാൻ ധൈര്യം വരുന്നതും. അത്തരത്തിൽ യൂത്ത് കോൺഗ്രസിലെ ചില നേതാക്കൾ, അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ ചില നേതാക്കൾ അവരുടെയൊക്കെ തന്നെ പിന്തുണയോടുകൂടിയാണ് രാഹുലിന്റെ ഓരോ നീക്കവും ഉള്ളത് എന്നത് വ്യക്തമാവുകയാണ്. അതേസമയം ഈ രാഹുലിനെ എതിർക്കുന്നവർക്കെതിരായ സൈബർ ആക്രമണത്തെ പരോക്ഷമായി തന്നെ പിന്തുണയ്ക്കുകയും അത്തരത്തിൽ അതിനെ എതിർക്കാതെ നിലപാടെടുക്കുന്ന നിരവധി ആളുകൾ പാർട്ടിയിലുണ്ട്. അവരുടെ കൂടി മൗനാനുവാദത്തോടെയാണ് രാഹുലിന്റെ ഓരോ നീക്കങ്ങളും ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ കാത്തിരുന്നു കാണേണ്ടത് ഈ രാഹുലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ശേഷം കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ എങ്ങനെ മാറുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു പടയൊരുക്കത്തിന് ഒരു വിഭാഗം ശ്രമിക്കുമോ എന്നതും കാത്തിരുന്നു കാണേണ്ടതാണ്. എന്തായാലും പാർട്ടിക്കുള്ളിൽ വലിയ തോതിലുള്ള വിഭാഗീയത അല്ലെങ്കിൽ ഗ്രൂപ്പിസം വളരുന്നുണ്ട് എന്നത് വ്യക്തമാണ്. പക്ഷേ പലർക്കും നിലപാട് പരസ്യമായി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റോഷ്നി, യെസ്, ഈ ആരോപണങ്ങളെ ഒന്നും വകവയ്ക്കാതെ രാഹുലിനൊപ്പം അടിയുറച്ചു നിൽക്കുന്ന നേതാക്കളുണ്ട്. അതിൽ യൂത്ത് കോൺഗ്രസിന്റെ തന്നെ ഉന്നത നേതാക്കളടക്കമാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനൊപ്പം സഭയിലേക്ക് അടക്കം അനുനയിപ്പിച്ചുകൊണ്ടെത്തിയത്. അവർക്കിടയിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു വന്നത്. VD സതീശിന്റെ അടക്കം നിലപാടുകളെ ഇവർ ഒരുമിച്ച് തള്ളുകയാണ്, ഗ്രൂപ്പായി തള്ളുകയാണ്.